PV അൻവർ മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നു എന്ന തീരുമാനം വന്നിരിക്കുന്നു. നിലമ്പൂരിൽ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി PV അൻവർ മത്സര രംഗത്തേക്ക് കാലെടുത്ത് വെക്കുകയാണ്. UDF-ലേക്ക് കടക്കാനുള്ള എല്ലാ ശ്രമങ്ങളും എല്ലാ നീക്കങ്ങളും പരാജയപ്പെട്ട സാഹചര്യത്തിൽ സ്വയം എടുത്ത തീരുമാനമായി അത് മാറുന്നു. തൃണമൂലിന്റെ നേതൃയോഗം ചേർന്നിരുന്നു. നാളെ സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്ന ശേഷം തീരുമാനമെന്നായിരുന്നു PV അൻവർ അല്പം മുൻപ് മാധ്യമങ്ങളെ കണ്ടപ്പോഴും പറഞ്ഞിരുന്നത്. പക്ഷേ അൻവർ സ്ഥാനാർത്ഥിയാകാൻ പോകുന്നു. നിലമ്പൂരിലെ സുൽത്താൻ എന്നും നിലമ്പൂരിൽ അൻവർ തുടരുമെന്നുമുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെ PV അൻവർ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാകുന്നു. 2016 ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി എത്തിയിരുന്ന PV അൻവർ വലിയ വിജയം നേടി. അതിനുശേഷം പിന്നീട് PV അൻവർ വീണ്ടും മത്സരരംഗത്തുണ്ടായിരുന്നു. തുടർന്ന് 2021 മത്സരരംഗത്തുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇടതുമുന്നണിയുമായി തെറ്റിപ്പിരിഞ്ഞ PV അൻവർ പുറത്തേക്ക് വന്നത്. അൻവർ UDF സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുകയും UDF-ന്റെ ഭാഗമാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നതെങ്കിലും എല്ലാ അനുനയ നീക്കങ്ങളും അനുരഞ്ജന ശ്രമങ്ങളും ഒടുവിൽ പരാജയപ്പെട്ടിരിക്കുന്നു. നിലമ്പൂരിൽ PV അൻവർ സ്ഥാനാർത്ഥിയാകും. വിപിൻ സി വിജയൻ ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങൾ നൽകാനുണ്ട്. വിപിൻ, നാളെ ഉണ്ടാകും തീരുമാനം എന്നായിരുന്നല്ലോ കരുതിയിരുന്നത്, ഇപ്പോഴത് ഉറപ്പായോ? അതെ JK, അതിലൊരു ഉറപ്പ് വന്നിരിക്കുന്നു. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് മത്സര രംഗത്തുണ്ടാകും എന്നുള്ളത് തീരുമാനിച്ചിരിക്കുന്നു. ഇന്ന് ഇപ്പോൾ മഞ്ചേരിയിൽ നടക്കുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റിന് ശേഷമാണ് അത്തരമൊരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത്. മറ്റൊന്നുള്ളത് PV അൻവർ തന്നെ സ്ഥാനാർത്ഥിയാകും. ഇനി ഒരു വിട്ടുവീഴ്ചയ്ക്കില്ല എന്നുള്ളൊരു തീരുമാനം തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. ഇനി UDF മുൻകൈയെടുത്ത് ഘടകകക്ഷിയാക്കുകയാണെങ്കിൽ മാത്രം അതിൽ ഒരു പുനർവിചിന്തനം എന്നുള്ളതിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതിനു മുൻപ് യാതൊരു വിധത്തിലുള്ള രഹസ്യ ചർച്ചയ്ക്കുമില്ല എന്നുള്ളത് കൂടി ഇവിടെ ഇന്നത്തെ യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഇതുവരെയും യോഗങ്ങളൊക്കെ തന്നെ രഹസ്യമായി നടത്തി. പക്ഷേ അതിൽ UDF-ൽ ചിലരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ളത് പറയുന്നു. ഒപ്പം തന്നെ ആര്യടൻ ചൗക്കത്തിനെതിരെ വീണ്ടും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനമായത് ഇനി UDF-ന് വേണ്ടി നിലമ്പൂരിൽ ആര്യടൻ ഷൗക്കത്ത് മത്സരിക്കുകയാണെങ്കിൽ അത് വിജയസാധ്യതയില്ല. അത് പറയാൻ പല കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളാണ് ഇപ്പോൾ കാരണങ്ങളെക്കുറിച്ച് വിശദമായി പറയുമെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം ഇപ്പോൾ മടങ്ങുകയാണ്. വളരെ നിർണായകമായിട്ടുള്ള ഒരു രാഷ്ട്രീയ തീരുമാനം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എടുത്തിരിക്കുന്നു. തൃണമൂൽ കോൺഗ്രസ് മത്സര രംഗത്തുണ്ടാകും. ഇത് UDF-നെ സംബന്ധിച്ച് എത്രത്തോളം വെല്ലുവിളിയാകും തുടങ്ങിയിട്ടുള്ള ചർച്ചകൾ സജീവമായി നടക്കുന്നതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ PV അൻവർ മത്സരിക്കുമെന്നുള്ളൊരു തീരുമാനം. ഇനി ഇപ്പോൾ UDF-ന്റെ ഒരു ആവശ്യമെന്ന് പറയുന്നത് അവരുടെ സ്ഥാനാർത്ഥിയെ ആദ്യം നിരുപാധികമായിട്ട് പിന്തുണയ്ക്കുക, അതിനുശേഷം ഈ സഹകരണം എന്നുള്ളതാണ്. എന്നാൽ അതിനു മുൻപ്, അതായത് നാളെ വൈകുന്നേരം വരെയാണ് PK കുഞ്ഞാലിക്കുട്ടി ഒരു സമയം പറഞ്ഞത്. നാളെ വൈകുന്നേരം UDF ഒരു യോഗം ചേരുകയും അതിനുശേഷം PV അൻവറിന്റെ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കും എന്നുള്ളതുമാണ് പറഞ്ഞിരുന്നത്. അതിനു മുൻപ് ഈ ഒരു സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്ന കാര്യം ഇപ്പോൾ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് തൃണമൂൽ കോൺഗ്രസിന്റെ കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ അത് തൃണമൂൽ കോൺഗ്രസ് മത്സരരംഗത്ത്, PV അൻവർ മത്സരരംഗത്തേക്ക് എന്ന് തന്നെ പറയാം. ഇത് 3ാമത്തെ തവണ മത്സരിക്കുന്നു. ഇതിൽ ഇനി സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുകയാണെങ്കിൽ തന്നെ അതിനുശേഷം ഘടകകക്ഷിയാക്കുമെന്നുള്ള കാര്യത്തിൽ എന്താണ് ഉറപ്പ് എന്നുകൂടി അദ്ദേഹം ചോദിച്ചു വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കൾ മാധ്യമങ്ങളെ കാണുകയാണ് JK. അതിലേക്ക്